എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കൊരട്ടിയിൽ നമ്മുടെ റെയിൽവേ ഗേറ്റിനോടൊക്കെ ചേർന്ന് പഴയ റെയിൽവേ ഗേറ്റിനോട് ചേർന്ന് ഗോൾഡൻ നഗർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പ്രമോദ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഈ ചേട്ടനൊരു കണ്ണിന് കാഴ്ചശക്തി കുറവാണ്. പുറത്താണ് അധികം വർക്കുകളായിട്ടൊക്കെ പോകുന്നത്. ഇപ്പോൾ ഇന്ന് ചേട്ടൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ 7.5 സെൻറ്റ് സ്ഥലത്താണ് ഒരു വീട് ഉള്ളതും ഇവിടെ താമസിക്കുന്നു. ഈ ചേട്ടൻ്റെ ഫ്രണ്ടിൽ ഒരു കനാൽ പോകുന്നുണ്ട്. അവിടെ ഇറിഗേഷനാണെന്ന് തോന്നുന്നു. അവിടെ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ അതിൻ്റെ മണ്ണും സകല സംഗതികളെല്ലാം കൂടി ഈ ചേട്ടൻ്റെ പറമ്പിലേക്ക് അടിച്ചിട്ടേക്ക്. ഈ ചേട്ടൻ അതൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു കിണറുണ്ട്, അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അടിച്ചിട്ടാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചേട്ടൻ വളരെ വിഷമത്തിലാണ്. നമുക്ക് ആ ചേട്ടൻ എന്താണ് ഈ വിഷയമായി ഉള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ചോദിച്ചറിയാം. എൻ്റെ പേര് പ്രമോദ് വി ശ്രീനിവാസൻ. എൻ്റെ അച്ഛൻ മരണപ്പെട്ടിട്ട് ഒരു 3 വർഷമാവുന്നു. പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ പെങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ പല ആവശ്യങ്ങളുമായിട്ട് പല സ്ഥലങ്ങളിൽ യാത്രകളും ആയിട്ടുണ്ടാവും. അപ്പോൾ വീട് അടഞ്ഞ് കിടക്കാനാണ് പതിവ്. അപ്പം ഞാൻ ഇന്ന് ഒരു യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് എൻ്റെ വീടിൻ്റെ മുന്നിൽ ഈ കനാൽ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനത് ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ പറമ്പിലേക്ക് മൊത്തം ആ കനാലിലുള്ള വേസ്റ്റുകളും അതിൽ നിന്നുള്ള മണ്ണെല്ലാം കൂട്ടി അടിച്ച് നമ്മുടെ ഒരു തെങ്ങിൻ്റെ മുകളിലേക്ക് തന്നെ മൊത്തത്തിലുള്ള വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ അടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് എന്തോരം സ്ഥലമുണ്ട് ചേട്ടൻ പോയി താമസിക്കുന്ന വീട്? 7 സെൻറ്റ് സ്ഥലം. 7 സെൻറ്റ് സ്ഥലമുള്ളൂ. 7 സെൻറ്റ് സ്ഥലമുള്ളൂ. ഇതുവരെ ഇറിഗേഷൻ ചേട്ടനോടൊന്നും ചോദിക്കുകയോ പറയുകയൊന്നും ചെയ്തിട്ടില്ല? ഒന്നും ചെയ്തിട്ടില്ല. ഇവരാരും ഒന്നും യാതൊരു വിധത്തിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഞാനിപ്പോൾ എന്നാൽ അപ്രതീക്ഷിതമായിട്ട് യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ പണിക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം ആ മുതലാളി, അപ്പോൾ ഒരു കോൺട്രാക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വന്നു നമ്മുടെ അടുത്ത്. അപ്പോൾ ആൾ തീർച്ചും മാന്യമല്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. കാരണം എന്തോ ഇതിൽ ഞാൻ ചോദിച്ചു, ഇതിപ്പോൾ നിങ്ങൾ ആരുടെ പെർമിഷൻ കിട്ടിയിട്ടാണ് നിങ്ങൾ ഇതെല്ലാം ഇവിടേക്ക് കയറ്റിയിട്ടത്? എൻ്റെ പ്രൈവറ്റായിട്ടുള്ള എൻ്റെ പ്രോപ്പർട്ടിയിൽ ഈ വേസ്റ്റും ഈ മണ്ണും എല്ലാം കൊണ്ടുവന്നടിക്കാനായിട്ട് നിങ്ങൾക്ക് ആരാ പെർമിറ്റ് ചെയ്തതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു. അപ്പോൾ അതിന് ആൾ മറുപടി ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊന്നും സാധ്യമല്ല എന്നുള്ള ലെവലിലാണ് അയാൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നാളെ 10 മണിക്കുള്ളിൽ എനിക്ക് ഇത് നീക്കം ചെയ്യണം. കാരണം അതിൽ ഈ കനാലിലുള്ള വേസ്റ്റും അതിലെ എല്ലാം കൂടെ ഇവിടെ അടിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ കിണർ കിടക്കുന്നത്. ഇപ്പം എല്ലാം മഞ്ഞപ്പിത്തത്തിൻ്റെ കാര്യങ്ങൾ അറിയാലോ. കാരണം ഈ കൊരട്ടിലുള്ള എല്ലാ സ്ഥലത്തും ഈ കോളിഫോം ബാക്ടീരിയ എല്ലാം ഉണ്ട്. എൻ്റെ കിണർ മലിനമാകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ വെള്ളം കുടിക്കുന്നത് ഞങ്ങൾ തന്നെയല്ലേ. അപ്പോൾ അതുപോലെ തന്നെയുള്ള പല വിഷയങ്ങളുണ്ട്. കാരണം ഈ വേസ്റ്റ് മാനേജ്മെൻറ്റും വേസ്റ്റും മണ്ണും എല്ലാം കൂടെ നമ്മുടെ പറമ്പിലോട്ട് നമ്മളുടെ ഒരു പെർമിഷൻ പോലും ഇല്ലാതെ ഇവരടിക്കുമ്പോൾ അത് തീർത്തും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ മറ്റു കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്? അത് തീർച്ചയായിട്ടും ഞാൻ പരാതിയായിട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ആ കോൺട്രാക്ടർക്കെതിരെ പരാതി എന്തായാലും ഞാൻ അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വാർഡ് മെമ്പർ, ജനപ്രതിനിധി അങ്ങനെയുള്ള ആരെങ്കിലുമായിട്ടൊക്കെ ചേട്ടൻ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നിപ്പോൾ വൈകുന്നേരം എത്തിയിട്ടുള്ളൂ. കാരണം എനിക്ക് ശാരീരികമായിട്ട് വളരെയധികം പരിമിതികളുള്ള ആളാണ്. എനിക്കൊരു സ്ട്രോക്ക് വന്നിട്ട് എൻ്റെ ഇടത് ഭാഗം തളർന്നു പോയിട്ട് ഇപ്പോൾ കുറച്ച് നാളായിരുന്നു ഞാൻ എണീറ്റെടുത്തിട്ട്. പിന്നെ ഇപ്പോൾ എൻ്റെ വലത് കണ്ണിന് കാഴ്ചയില്ല. ഇടത് കണ്ണിന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പല ട്രീറ്റ്മെൻറ്റുകളുമായി ഞാൻ എൻ്റെ ഒരു സ്ഥാപനം നടത്തിയിരുന്ന ആളാണ്. അതൊക്കെ എനിക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു. പല സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും 2021 അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പം അതിനുശേഷം എനിക്ക് ലങ്സിന് സർജറി വന്നിട്ട് അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അത്രയും ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമുക്ക് വീണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റില്ല. കനാൽ നിർമ്മാണം വളരെ സുഗമമായിട്ട് തന്നെ പോകണം. കനാൽ നിർമ്മാണത്തിന് ആരും എതിരല്ല. പക്ഷേ നമ്മൾ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട സാമാന്യമായ ചില മര്യാദകളുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഞാനിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിൽപ്പെട്ട പല ആളുകളും പല രീതിയിലും ജീവിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ നമ്മളൊരു ഗവൺമെൻറ് വർക്ക് നടത്തുമ്പോൾ, ഒരു പബ്ലിക് വർക്ക് നടത്തുമ്പോൾ, അതും ജനകീയ വികസനം തന്നെയാണ്. പക്ഷേ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് നടത്തേണ്ടത്. അദ്ദേഹം വളരെ വിഷമത്തിലാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ളൊരു നീതി ലഭ്യമാക്കണം എന്ന് തന്നെയാണ് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.